അങ്ങനെ വെട്ടടിപ്പിച്ച് എഴുന്നേൽപ്പിക്കുവാണ് നന്ദ. ദേഷ്യം വരുന്നുണ്ട് പിങ്കിക്ക്. അന്നേരം പിങ്കി ചോദിക്കും, എന്താ നന്ദ ഇത്, മനുഷ്യനെ സ്വൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ നേരം വെളുത്തു അറിഞ്ഞില്ലേ പിങ്കി എന്ന് ചോദിക്കും. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് വല്ലോ റബ്ബർ വെട്ടാൻ പോകണോ അതോ പത്രം ഇടാൻ പോകണോ, ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കും. അന്നേരം അതൊന്നുമല്ല, ഏതായാലും നേരം വെളുത്ത് ഇത്രയും സമയമായാലേ ഇനി കിടന്ന് ഉറങ്ങണ്ട എന്ന് പറയും. അന്നേരം ദേഷ്യം വന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, തലകുത്തി നിൽക്കണമെന്ന് ചോദിക്കുമ്പം തലകുത്തി നിൽക്കുകയൊന്നും വേണ്ട, നമുക്ക് എഴുന്നേറ്റ് കുറച്ച് യോഗ ചെയ്യാമെന്ന് പറയുമ്പം പിന്നെ യോഗ ചെയ്യുന്നു എന്നെക്കൊണ്ടെങ്കിലും പറ്റില്ല എന്ന് പറയും. അന്നേക്കും അങ്ങോട്ട് ചിറ്റയും വരും. ചിറ്റ പറയും, എന്തൊരു കഷ്ടമാണ് ഇത്, ഇപ്പം നേരം വെളുത്തു പോയെങ്കിൽ തന്നെ അവൾ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, അതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയും, അത് പറ്റില്ല ചിറ്റേ, അവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ്, അതുകൊണ്ട് അവളുടെ ആരോഗ്യം നന്നായിട്ട് നോക്കണം, അതിന് വേണ്ടി ഇത് എഴുന്നേക്ക് പിങ്കി എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കുവാണ്. ചിറ്റയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും യോഗ ചെയ്യാനുള്ള ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് പിങ്കിയോട് അവിടെ വന്ന് ഇരിക്കാൻ പറയുന്നു. അന്നേരവും ദേഷ്യം കാരണം തുള്ളി നിൽക്കുക ചിറ്റ ചോദിക്കുന്നുണ്ട്, ഇത് എന്നതാ നന്ദ ഈ കാണിക്കുന്നത്, ഈ യോഗ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അറിയാവുന്ന ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും, നിനക്കിത് വല്ലതും അറിയാവോ എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട്, അതെ ഞാനൊരു ഡോക്ടറാണ്, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ചീത്ത എന്നൊക്കെ എനിക്കറിയാം, അത്യാവശ്യം യോഗ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം പിങ്കി ദേഷ്യപ്പെട്ട്, നീ അതിന് യോഗ പഠിച്ചതാണോ ചോദിക്കുമ്പോൾ അതേ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. എന്നിട്ട് ഓരോന്ന് കാണിച്ചു കൊടുത്ത് പിങ്കിയെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. പിങ്കിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നന്ദ ചെയ്യാൻ പറയുമ്പം വേറെ നിവൃത്തിയില്ലാത്തതുപോലെ ഇരുന്നങ്ങ് ചെയ്യുക. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ വരുന്ന പിങ്കി പറയുന്നുണ്ട്, ഞാൻ മടുത്തു ചിറ്റ, എന്നെക്കൊണ്ട് ഇനി പറ്റൂല എന്ന് പറയും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, നീ എന്തിനാ അവൾ പറയുന്നത് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പം അവൾ പറയുന്നത് നല്ലതാണെങ്കിൽ പോലും പറ്റില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കണം എന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് അവളോട് പറയുന്നത്, അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമല്ലേ, ചെയ്തില്ലെങ്കിൽ അവളത് പ്രശ്നമാക്കുമെന്ന് പറയുമ്പോൾ പ്രശ്നമാക്കട്ടെ, അപ്പം നമുക്കത് അതിനേക്കാൾ വലിയ പ്രശ്നമാക്കാം എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ശരിക്കും എന്താ ഇഷ്ടമുള്ളത് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയും, എനിക്ക് ഭക്ഷണം കഴിക്കണം, വെറുതെ ഇരിക്കണം, അതുപോലെ കിടന്ന് ഉറങ്ങണം, അതൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുമ്പം എങ്കിൽ അതേ കാര്യം തന്നെ നന്ദ നിന്നോട് പറയുവാണ് എന്ന് കരുതിക്കോ, അതായത് കുറച്ച് സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് നിന്നോട് പറഞ്ഞാൽ നീ എന്നെ ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയും, ഞാനത് കഴിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങും എന്ന് പറയും. അന്നേരം ചിറ്റ, എടി പൊട്ടി നീ അങ്ങനെ ചെയ്യരുത്, അവൾ അങ്ങനെ പറയുമ്പം പറയണം, സദ്യ കഴിച്ചാൽ ഞാൻ ഛർദ്ദിക്കും, എനിക്ക് സദ്യ വേണ്ട എന്ന് പറയണം, പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞാൽ പറയണം, എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല, എനിക്ക് നടക്കാനാണ് തോന്നുന്നത് എന്ന് പറയണം. അങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പോലെയുള്ള കാര്യങ്ങൾ പറയണം, പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ചിറ്റ പറഞ്ഞു കൊടുക്കുന്നത്. അന്നേരം പിങ്കി പറയും, ഓ എനിക്ക് ഇപ്പം ഐഡി കിട്ടി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയും. കറക്റ്റ് അങ്ങോട്ടേക്ക് നന്ദ ഒരു കപ്പ് ജ്യൂസുമായിട്ട് വരുവാണ്. അന്നേരം ഇത് കാണുന്ന ഇതെന്താ എന്ന് ചോദിക്കും. അന്നേരം ഇത് നല്ല നാടൻ മാമ്പഴമാണ്, അത് കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് ജ്യൂസ് അടിച്ച് എടുത്തുകൊണ്ട് വന്നതായെന്ന് പറയും. പിങ്കിക്ക് കുടിക്കണമെന്നൊക്കെ ഉണ്ട്, ചെറിയ കൊതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷേ ചിറ്റ കുടിക്കരുത് എന്ന് കണ്ണുകൊണ്ട് കാണിക്കും. അന്നേരം പിങ്കി പറയും, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പം അതെന്താ വേണ്ടാത്ത, ഇത് നല്ല ജ്യൂസാണ്, ഇത് കുടിക്കുന്നത് നല്ലതായെന്ന് പറയുമ്പം പിങ്കി പറയും, എന്ത് നല്ല ജ്യൂസാണെങ്കിലും നീ എല്ലാം ഉണ്ടാക്കിയതാ, അത് എനിക്ക് വേണ്ട എന്ന് പറയും. അന്നേരം നന്ദ ചോദിക്കും, അതെന്താ പിങ്കി അങ്ങനെ ഒരു സംസാരം എന്ന്. അന്നേരം ചിറ്റ, ഇനിയിപ്പം നാളെ നീ തുമ്പിക്ക് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കാൻ പറഞ്ഞാൽ അവൾ കഴിക്കണോ, അവൾക്ക് ഇഷ്ടമുള്ളതേ അവൾ കഴിക്കുള്ളൂ എന്ന് പറയുമ്പം നന്ദ, ഓ രണ്ടുപേരൂടെ എന്നോട് വാശി തീർക്കുവാണോ, എങ്കിൽ അതിപ്പം നടക്കുകയില്ല, കാരണം എൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിൽ കിടക്കുന്നത്, അതിന് എന്തൊക്കെ കിട്ടുന്നുണ്ട്, അതിന് നല്ല പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് നീ ഇത് കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിങ്കി നിർബന്ധിച്ച് കുടിപ്പിക്കുവാണ്. കുടിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ ചിറ്റ ദേഷ്യപ്പെട്ട്, നീ എന്ത് പരിപാടി, എന്ത് തോന്നിയാസമായി കാണിച്ചത് എന്ന് ചോദിക്കും. അന്നേരം നന്ദ, എന്ത് തോന്നിയാസം, ഞാൻ കഷായമോ പാവയ്ക്ക ജ്യൂസോ ഒന്നും അല്ലല്ലോ കഴിപ്പിച്ചത്, നല്ല ഒന്നാന്തരം മാമ്പഴ ജ്യൂസല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതൊക്കെ നേരെ, പക്ഷെ അത് അവൾക്ക് ഇഷ്ടമില്ലാതെ കുടിപ്പിച്ചുകൊണ്ട് അവൾ ഇപ്പോൾ ഛർദ്ദിക്കുമെന്ന് പറയും. അവിടെ ഛർദ്ദിക്കാനൊന്നും വരാതെ കൂളായിട്ടിരുന്ന പിങ്കിയോട് കണ്ണുകൊണ്ട് കാണിക്കും. എന്തെങ്കിലും പിങ്കി ഇങ്ങനെ ഛർദ്ദിക്കുന്ന പോലെ കാണിക്കുവാണ്, ഓടി ബാത്റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് എന്തെങ്കിലും നന്ദയും പുറകില്ല കേട്ടോ, ഛർദ്ദിക്കുന്ന പോലെ അഭിനയിക്കാൻ ചിറ്റ പയ്യെ പിങ്കിയോട് പറയുന്നു. പിങ്കി നല്ല രീതിയിൽ അഭിനയിക്കുന്നു. എന്തെങ്കിലും ചിറ്റ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് അവളെ കുടിപ്പിക്കരുതെന്ന്, ഇപ്പോൾ അവൾ ഛർദ്ദിച്ച് അവശയായത് കണ്ടോ, ഇതിനൊരു തീരുമാനമാകണം, വാ മോളെ എന്ന് പറഞ്ഞ് പിങ്കിയെ വിളിച്ചുകൊണ്ട് നേരെ താഴേക്ക് പോവാം. അവർ നേരെ താഴോട്ട് ഇറങ്ങി വരുവാണ്. അന്നേരം അവിടെ വല്യമ്മയൊക്കെ ഇരിപ്പുണ്ട്. ഇറങ്ങി വരുമ്പം പിങ്കിയോട് പറയും ചിറ്റ, ഞാൻ ഒരു അഭിനയം അങ്ങ് കാഴ്ചവെക്കാൻ പോവാണ്, നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം എന്ന് പറയും. നേരെ അവിടെ വന്നിരിക്കും. അന്തെങ്കിലും പിങ്കിയും കൂടെ ഉണ്ടല്ലോ. വല്യമ്മ, അയ്യോ പിങ്കിമോൾ എഴുന്നേറ്റായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമാണ്, പിങ്കിമോൾ രാവിലെ എഴുന്നേറ്റു, പിന്നെ വല്യമ്മ എന്ന് പറഞ്ഞ് ഭയങ്കര ജീവനാണ് കേട്ടോ പിങ്കിമോൾക്ക് എന്നൊക്കെ പറഞ്ഞ് വല്യമ്മ എന്ന് ആദ്യമേ പുകഴ്ത്തി അങ്ങ് വിടും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ്, അവൾ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുത്തപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അന്നേക്കും നന്ദ വന്നു ദ്രോഹിക്കാനായിട്ട് രാവിലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്ന് പറയും. അത്തേക്കും നന്ദ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുവേ. നേരം ദ്രോഹിക്കാനായിട്ടോ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. നേരം നന്ദ പറയുന്നുണ്ട്, വല്യമ്മ ഞാനൊന്നും ചെയ്തില്ല, രാവിലെ എഴുന്നേറ്റ് 1-2 ചെറിയ യോഗകൾ ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ, അത് നല്ലതാണ് ഈ സമയത്ത് എന്ന് പറയും. അന്നേരം
ചിറ്റ പറയുന്നുണ്ട് 1-2 യോഗയോ എന്നൊക്കെ യോഗയെ ചെയ്യിപ്പിച്ചതെന്നറിയാമോ, നെറ്റ് കൊണ്ടേ കാലെ മുട്ടിക്കുന്നു, അങ്ങനെ പലതും ചെയ്യിച്ചു, എൻ്റെ കൊച്ചിൻ്റെ ശരീരം മൊത്തം ഉടഞ്ഞ് വേർത്ത് ആകെ വയ്യാണ്ടായി എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട് എൻ്റെ വല്യമ്മ ഇതെല്ലാം കൂട്ടി പറയുന്നത് ഇങ്ങനെ ഒന്നും ഞാൻ ചെയ്യിപ്പിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി പറയും നീ എന്തിനാ നുണ പറയുന്നത്, ആ യോഗ കഴിഞ്ഞ പിന്നെ എൻ്റെ നടുവ് എനിക്ക് അനക്കാൻ മേല എന്ന് പറയും. എന്നിട്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണേ നന്ദേ. അന്നേരം അതിൻ്റെ കൂടെ വല്യമ്മയുടെ ഒരു ഡയലോഗ് കൂടെ, എന്തിനാ ഇങ്ങനെ നീ ഇവളെ ദ്രോഹിക്കുന്നത്, നിൻ്റെ കുഞ്ഞല്ലേ ഇവളുടെ വയറ്റിലുള്ളത് എന്ന്. അന്നേരം ചിറ്റ അത് മാത്രമല്ല മോൾക്ക് ഇഷ്ടമല്ലായിരുന്നു മാങ്ങ ജ്യൂസ്, ഇവിടെ അങ്ങാണ്ട് കിടന്ന വാട്ടം മാങ്ങ എടുത്തുകൊണ്ട് വന്ന് ജ്യൂസ് അടിച്ച് മോളെ കൊണ്ട് കുടിപ്പിച്ചു, അതിന് ചൊവ്വയായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മോൾ ഛർദ്ദിക്കാൻ തുടങ്ങിയതാ, മോൾ ആകെ അവശയായി, എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അന്നേരവും നന്ദ പറയുന്നുണ്ട് അത് നല്ല ഒന്നാന്തരം നാടൻ മാങ്ങയുടെ ജ്യൂസാണ്, അത് കഴിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കത്തില്ല, നല്ലതായെന്ന് പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത്, ഏതായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ നന്ദ ദ്രോഹിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുകയില്ല, ഞാൻ ഇപ്പം തന്നെ പിങ്കിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമെന്ന് ചിറ്റ പറയും. എന്തെങ്കിലും അത് കേട്ടുകൊണ്ട് ഗൗതം അങ്ങോട്ട് വന്നുണ്ട്. ഗൗതം പറയും അതൊന്നും നടക്കുകയില്ല, പിങ്കി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം നന്ദ ഗൗതത്തിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയും കേട്ടോ ഗൗതം സാർ ഇവർ പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുകയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എന്താ അഭിപ്രായം പറയാനാണ്, ഈ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന്. അതായത് നന്ദേനെ വിശ്വാസമില്ല ഗൗതത്തിന്, അല്ലെങ്കിൽ നന്ദ അങ്ങനെ ചെയ്യില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ ഗൗതത്തിന്. അന്തേക്കും മോഹിനി അവിടെ നിന്ന് അത് തന്നെ കാണാത്ത ഗൗതം എന്തിനാ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയുന്നത് എന്ന് മോഹിനിയും അവിടെ നിന്ന് പറയും. നേരം ഒരു ഡിമാൻഡ് അങ്ങ് വയ്ക്കുവാണ് ചിറ്റ, ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ പിങ്കിയുടെ ഒരു കാര്യത്തിലും ഇനി നന്ദ ഇടപെടരുതെന്ന്. അന്നേരം നന്ദ പറയും അത് പറ്റിയല്ലേ, എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്, എനിക്ക് അവളുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ എന്ന്. അന്നേരം വല്യമ്മ പറയും നീ എന്തിനാ അവളുടെ കാര്യം നോക്കുന്നത്, ഇനി അവൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നീ നോക്കണ്ടെന്ന് പറയുമ്പോൾ വല്യമ്മ അത് നടക്കില്ല എന്ന് പറയും. അന്നേരം ഗൗതമും പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്, അന്നേരം നല്ല കെയർ കൊടുത്തേ പറ്റുള്ളൂ എന്ന്. അന്നേരം അടുത്ത ഡിമാൻഡ് ദേ വരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മയ്ക്കും അച്ഛനും തുല്യ പ്രാധാന്യമാണല്ലോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ഇനി പിങ്കിയുടെ കാര്യങ്ങൾ മൊത്തം ഗൗതം നോക്കിയാൽ മതിയെന്ന്. എന്തെങ്കിലും അത് ഞാൻ എന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുവാണ് ഗൗതം. എന്തെങ്കിലും വല്യമ്മ അത് നേരാ, ഇനി പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഗൗതം നോക്കിയാൽ മതി എന്ന് പറയും. അന്നേരം അത് ശരിയാകിയല്ല എന്ന് ഗൗതം പറയുമ്പം അതെന്താ ശരിയാവുകയില്ലാത്ത, അത് മതിയെന്ന് വല്യമ്മ പറയുന്നു. എന്തെങ്കിലും പിങ്കി അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഗൗതം എല്ലാം നോക്കിയും കണ്ടേ ചെയ്യുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പിങ്കി പറയുവാണ്. ഇത് കേട്ട് സഹിക്കാൻ മേലാതെ നിൽക്കുവാണ് നന്ദ. അന്നേരവും ഗൗതം പറയുന്നുണ്ട് വല്യമ്മ അത് ശരിയാകിയല്ല എന്ന് പറയുമ്പം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിനപ്പുറം ഒരു തീരുമാനമില്ല, എല്ലാ കാര്യങ്ങളും ഇനി പിങ്കിയുടെ ഗൗതം നോക്കിക്കോണം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന പിങ്കിയും ആകെ തകർന്ന് നിൽക്കുന്ന നമ്മുടെ നന്ദയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.